പാകിസ്ഥാൻ ആകട്ടെ ഇപ്പോൾ അടിമുടി വിറച്ചിരിക്കുകയാണ്. ഇതിനാൽ തന്നെ ഇന്ത്യക്ക് നേരെ ഭീഷണി മുഴക്കിയാണ് ഇപ്പോൾ പാക് സൈനിക വക്താവ് രംഗത്ത് വരുന്നത്. ഇന്ത്യയുടെ സെൻട്രൽ സർവീസ് സൈനിക അഭ്യാസങ്ങൾ പാകിസ്ഥാൻ സസൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും അറബിക്കടലിൽ മറ്റൊരു വ്യാജ ഫ്ലാഗ് ഓപ്പറേഷന് ഇന്ത്യ തയ്യാറെടുക്കുകയാണ്. ഇത്തവണ നമ്മുടെ പ്രതികരണം കൂടുതൽ ശക്തമായിരിക്കണം എന്നതാണ്, അത് ഇന്ത്യ അറിയണമെന്നാണ് ഇപ്പോൾ ഷെരീഫ് ചൗധരി ഭീഷണി മുഴക്കുന്നത്. പടിഞ്ഞാറൻ അതിർത്തിയിൽ ഇന്ത്യയുടെ തൃശൂൽ സൈനിക അഭ്യാസം തുടരുന്ന സമയത്താണ് ഇത്തരമൊരു രീതിയിലുള്ള ഒരു ഭീഷണി മുഴക്കിക്കൊണ്ട് രംഗത്ത് വരുന്നത്. അതായത് ഇത് സസൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുകയാണ് തങ്ങൾ എന്നാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ സൈനിക ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അടുത്തടുത്തായി തന്നെ ഇന്ത്യ എന്ത് നീക്കമാണ് തന്നെ നടത്താൻ പോകുന്നതെന്ന് വളരെയധികം ആശങ്കയാണ് പാകിസ്ഥാനിൽ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നതെന്നാണ്, അതിൻ്റെ ഒരു തെളിവ് കൂടെയാണ് ഇപ്പോൾ ഇവർ ഇന്ത്യക്ക് നേരെ വാളെടുക്കുന്ന ശബ്ദവുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നതാണ് വിലയിരുത്തൽ പുറത്തു വരുന്നത്. ഇതേ തുടർന്ന് സ്വന്തം വ്യോമസേനയ്ക്ക് നേട്ടം പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകുകയാണ്. പിന്നാലെ തന്നെ പാക് നാവികസേനയ്ക്ക് നേവൽ നാവിഗേഷൻ വാണിംഗും നൽകിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഭമ്യോൻ സൈമൺ എന്ന യുദ്ധവിമാനമാണ് ഇക്കാര്യം എക്സിലൂടെ തന്നെ പങ്കുവച്ചിരിക്കുന്നത്. നവംബർ 5 വരെ തന്നെ അറേബ്യൻ കടലിലെ 600 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് പാക് നാവികസേനയ്ക്ക് വെടിവെപ്പ് പരിശീലനത്തിന് അനുമതി നൽകിയെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ നീക്കത്തിൽ ഭയന്നിരിക്കുന്ന പാകിസ്ഥാൻ സൈന്യത്തിന്റെ പബ്ലിക് റിലേഷൻസ് വിഭാഗമായ ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻസ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ചൗധരിയാണ് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. റാവേൽപിണ്ടിയിൽ മാധ്യമപ്രവർത്തകരുമായി നടത്തിയ ഒരു സംഭാഷണത്തിനിടെയാണ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. അതേസമയം ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളാകട്ടെ ഉന്നത പാകിസ്ഥാന്റെ പ്രസ്താവനകൾ ഇപ്പോൾ തന്ത്രപരമായ അസ്ഥിരതയുടെയും അതുപോലെ തന്നെ പരിഭ്രാന്തിയുടെയും ഒക്കെ തന്നെ സൂചനയായി തന്നെയാണ് അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊരു രീതിയിലുള്ള പ്രസ്താവനകളടക്കമാണ് ഇവിടെ പുറത്തു വരുന്നത്. രാജ്യത്തിനുള്ളിലെ ആഭ്യന്തര സാഹചര്യം അവരുടെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോയിരിക്കെ തന്നെ ആഭ്യന്തര രംഗത്ത് വലിയ രീതിയിലുള്ള കാര്യങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഇവർ ഈ ലക്ഷ്യത്തിൽ നിന്നും വ്യക്തമാക്കുന്നത് എന്നതാണ് ഇപ്പോൾ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ സൂചിപ്പിക്കുന്നത്. നവംബർ 3 ആരംഭിച്ച ഇന്ത്യയുടെ തൃശൂൽ ഇന്ത്യൻ കരസേന, നാവികസേന, വ്യോമസേന എന്നിവയുടെ തന്നെ സംയുക്ത ശക്തിയെ വിളിച്ചറിയിക്കുന്ന ഒന്നാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇത്തരത്തിലുള്ള ആദ്യത്തെ പ്രധാന അഭ്യാസമാണ് ഇപ്പോൾ നടക്കുന്നതും. നവംബർ 13 വരെ തൃശൂൽ തുടരുമെന്നും റിപ്പോർട്ടുകളുണ്ട്. 3 സേനകൾക്കിടയിലുള്ള ആ ഒരു സിനർജിയും തന്ത്രപരമായ ഏകോപനവും കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ അഭ്യാസത്തിന്റെ ലക്ഷ്യമെന്നും പറയുന്നു. ഇതൊരു പതിവ് സൈനിക അഭ്യാസമാണെങ്കിൽ പോലും പാകിസ്ഥാന്റെ സുരക്ഷാ ഏജൻസികൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നും വ്യക്തമാക്കുന്നുണ്ട്. ഗുജറാത്തിനും സിന്ധുവിനും ഇടയിൽ തന്നെ 96 കിലോമീറ്റർ തർക്ക പ്രദേശത്തിന് സമീപമാണ് ഇന്ത്യയുടെ കരനാവിക വ്യോമസേനയുടെ യുദ്ധ പരിശീലനം നടക്കുന്നത്. ഒക്ടോബർ 30 ആരംഭിച്ച തൃശൂൽ അഭ്യാസം നവംബർ 13 വരെയാണ് തുടരുന്നത്. കര, വ്യോമ, നാവിക സേനകളുടെ ഏകോപനം, സ്വയം പര്യാപ്തത, സാങ്കേതിക പുരോഗതി എന്നിവ തുറന്നു കാട്ടുന്നതാണ് ഈ അഭ്യാസം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.